ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ LBS MC എൻട്രൻസ് എക്സാമിനേഷനിൽ റാങ്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് MC അഡ്മിഷൻ എടുക്കണമെങ്കിൽ LBS MC എൻട്രൻസ് എഴുതണം, എന്നാലേ ഇൻസൈഡ് കേരള ഉള്ള കോളേജസിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ എക്സാം വരുന്നത് 120 മാർക്സിനാണ്. 120 മാർക്സ്, 120 ക്വസ്റ്റ്യൻസ്, 2 hours ആണ് നമുക്ക് ടൈം ഡ്യൂറേഷൻ ഉള്ളത്. ആൻഡ് ഇതിൽ നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ല. ആൻഡ് MCQ ആണ്. ലാംഗ്വേജ് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ ഇതിൽ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളുടെ മാർക്ക് ബേസ്ഡ് ആയിരിക്കും. ഹയസ്റ്റ് മാർക്ക് കിട്ടുന്നവർക്ക് ഹയസ്റ്റ് റാങ്ക് കിട്ടും. ഇനി സം ടൈംസ് ഈ മാർക്സിൽ ടൈ അപ്പ് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ടൈ വരുന്ന കേസസിൽ ആദ്യം അവർ കൺസിഡർ ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്കായിരിക്കും. കമ്പ്യൂട്ടർ സയൻസിൽ ആർക്കാണ് കൂടുതൽ മാർക്കുള്ളത് അവർക്കായിരിക്കും ഹയസ്റ്റ് റാങ്ക്. ഇനി ഈ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്കിലും ടൈ ആണെങ്കിൽ, ടോട്ടൽ മാർക്കിൽ ടൈ ആണെങ്കിൽ അവർ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്ക് നോക്കും. ഇനി കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്കിലും ടൈ ഉണ്ടെങ്കിൽ അടുത്ത മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അതിൻ്റെ മാർക്കും കൂടി നോക്കും. അപ്പോൾ മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ആർക്കാണോ ഹയസ്റ്റ് മാർക്കുള്ളത് അവർക്കായിരിക്കും ഹയസ്റ്റ് റാങ്ക്. ഇനി മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലും അവർക്ക് ടൈ ഉണ്ടെങ്കിൽ, മാർക്ക് ടൈ ഉണ്ടെങ്കിൽ അടുത്തവർ നോക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ എബിലിറ്റി, ഇതിൻ്റെ മാർക്കായിരിക്കും. ഇതിൽ ആർക്കാണോ ഹയസ്റ്റ് മാർക്കുള്ളത് അവർക്ക് ഹയസ്റ്റ് റാങ്ക് കിട്ടും. ഇനി ഇത്രയും നോക്കിയിട്ടും ടൈ ഉണ്ടെങ്കിൽ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കും. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൽ എൽഡർ 1 ആരാണോ അവർക്ക് ഹയസ്റ്റ് റാങ്ക് കിട്ടും. ഇങ്ങനെയാണ് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. സോ ഇപ്പോൾ ടൈ വന്നാലും ആദ്യം നോക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്കായിരിക്കും. അപ്പോൾ CS നമുക്ക് കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ഹയർ റാങ്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഓഫ് ടൈ ഓൺലി നമുക്ക് ഓവറോൾ നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്യണം, എന്നാലേ നല്ല റാങ്കും കിട്ടത്തുള്ളൂ, നല്ല കോളേജസും കിട്ടത്തുള്ളൂ. ടൈ വരുന്ന കേസിലാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കമ്പ്യൂട്ടർ സയൻസിനായിരിക്കണം, മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ ക്വാളിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ എബിലിറ്റി. ഈ 3 സബ്ജക്ട്സും നല്ല തറവായിട്ട് എക്സാം എഴുതാൻ പോവാം. ബിക്കോസ് ഇംഗ്ലീഷ് നമുക്ക് എഴുതാം, എല്ലാവരും UG ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് അത്രയ്ക്ക് പാടായിരിക്കത്തില്ല, ജസ്റ്റ് നമുക്ക് എഴുതി വയ്ക്കാം, നെഗറ്റീവ് മാർക്സും ഇല്ല. ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ 5 മാർക്സ് ആണ്, അത് ഈസി ആയിട്ടേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് CS, മാത്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡാണ്. ഇത് 3ഉം തറവാക്കിയിട്ട് പിന്നെ ഇംഗ്ലീഷ് ഡെയിലി ഒരു ½ an hour ഒക്കെ സ്പെൻഡ് ചെയ്ത് പഠിച്ചാൽ മതി. ജനറൽ നോളേജ് ടൈം കിട്ടുമ്പോൾ അതിനുള്ള ലിങ്ക് ഉണ്ട്, എല്ലാ മന്തിൻ്റെയും കറണ്ട് അഫയേഴ്സ് കിട്ടുന്ന ലിങ്ക്, അത് ഡിസ്ക്രിപ്ഷനിൽ തരാം. അത് വെച്ചിട്ട് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ജസ്റ്റ് റീഡ് ചെയ്ത് വിടാം. അപ്പോൾ ഇങ്ങനെയാണ് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക്